ഗൈസ്, ഇത് ഒരു ഓൺലൈൻ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ പുറത്തൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ സംഭവിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിതെടുത്ത് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ആസാമിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഗോമാംസം ബീഫ് വെച്ചതിന് സംഘപരിവാർ സംഘടനകൾ കയറി തല്ലി തകർക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തൊരു അതിക്രമമാണ് കാണിക്കുന്നത്. സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് കഴിക്കാൻ ഈ രാജ്യത്ത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറ്റുന്നതല്ലേ. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഫ്രോസൺ ബീഫുകളെല്ലാം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 2-3 എന്താ പറയുന്നത് ബീഫ് വരുന്നത്, എക്സ്പോർട്ട് ചെയ്ത് വരുന്നത് ഇന്ത്യയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ഇതൊന്നും കഴിക്കാൻ പാടില്ല. എന്നാൽ ഇവരെ ഈ പശുവിനെയും അല്ലെങ്കിൽ ആടിനെയും എന്താണെന്ന് വെച്ചാൽ കൊന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ കമ്പനികൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുടെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കിടക്കുന്ന കണ്ടു. ഇതിൻ്റെ മേധാവികളെല്ലാം തന്നെ ഈ സംഘപരിവാർ സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണെന്നുള്ളതാണ് അതിലേറെ വിഷകരമായ സംഭവം. ഇത് തൽക്കാലത്തേക്ക് നമ്മുടെ ഉത്തരേന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഷിയാസും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ. അനുമോളെ കൊണ്ട് ഷിയാസ് ബീഫ് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നതും അത് കുറച്ച് ഇഷ്യൂസായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവനവന് ഇഷ്ടമുള്ള സാധനം അവനവൻ കഴിക്കട്ടെന്നേ. ചിലർക്ക് ചിലത് ഇഷ്ടമില്ല. ചിലർക്ക് എനിക്ക് തന്നെ ഫ്രണ്ട്സുണ്ട് ബീഫ് കഴിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ പന്നി കഴിക്കാത്തവരുണ്ട്, നമ്മൾ കഴിക്കുന്നവരുമുണ്ട്. കഴിക്കുന്നവർ വേണ്ടത് കഴിക്കട്ടെ, അല്ലാത്തവർ വേണ്ട. ഈ ദൈവം ഇതിനെയൊക്കെ ഉണ്ടാക്കി തന്നേക്കുന്നത് കഴിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാണ് നമ്മുടെ നാടൊക്കെ ഒന്ന് നന്നാകുന്നതല്ലേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുക.